മൂലം മരണം. സ്ഥലത്തെ ഒരു പൗരപ്രമുഖന്റെ വീട്ടിൽ ജോലിക്ക് നിന്ന തങ്കമ്മ എന്ന പേരുള്ള ആശുപത്രിയില് കുട്ടി എന്താ ആണോ പെണ്ണ? 5-6 മാസമല്ലേ ആയുള്ളൂ. ഇപ്പൊ അറിയാൻ ഒക്കില്ലായിരിക്കും. ഈ പെണ്ണ് ഇവിടെ ഉണ്ടായിട്ട് ബാക്കിയുള്ളവർക്ക് എന്തോ ഗുണമണ്ണ? അവള് വലിയ പുള്ളിയല്ലേ. ചെല്ലമ്മ, ചെല്ലമ്മ, ചേച്ചേ പോട്ടിയല്ലമ്മ, സാരമില്ല. ഞാൻ പോണിയല്ലോ, ഞാൻ പിന്നെ വരാം. ആ നശിച്ച പെണ്ണിന് എങ്ങനെ ഇരിക്കുന്നോ എന്തോ. ആർക്ക്? ആ ചെല്ലമ്മയ്ക്ക്. ഒലഞ്ഞു പോട്ടെ. ചെറുക്കനോട് ചോദിച്ചാൽ അറിയാം. എന്താടാ കൊച്ചിരാമ, ചെല്ലമ്മയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു? കുറവുണ്ടോ? ആ, 2 ദിവസത്തിനകം വരും. വരട്ടെ, ഇവിടെ ഇറക്കി വിടണം. നാട്ടിന് മുഴുവൻ പേര് ദോഷം ഉണ്ടാക്കിയ മൂധയും. തള്ളേ, കട്ടില് കയറി ഇരിക്കണ്ട. നിങ്ങൾക്ക് നാളെ വീട്ടിൽ പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു. നോയിക്കൊണ്ടിരിക്കാതെ പട്ടി ഇങ്ങോട്ട് തരാൻ. എന്നാ കായിട്. എന്തടി കാർത്തി, നിന്റെ ചുന്നരി ചെല്ലമ്മയുടെ മാപ്പിള വന്ന? എന്തോ ഞാൻ അന്വേഷിച്ചില്ല. പിന്നെ ആരാണിപ്പം ചെലവിന് കൊടുക്കണത്? മേസ്തിരി തന്നെ. അമ്മോക്ക, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കിപ്പോയി. ചുമ്മാ ദൈവദോഷം കിട്ടുന്ന വർത്താനം പറയാതെ. എന്നാലും കുറെ കടുപ്പം തന്നെ ഇവളുടെ കാര്യം. ആദ്യൊരു തുലുക്കരെ പിടിച്ചു, പിന്നൊരു നസ്രാനിയെ. ഇവൾക്ക് ഇതിപ്പേദം വല്ല ആറ്റിലോ കുളത്തിലോ ചടിച്ചാകരുതോ. ഇത് പറയേണ്ടത് അമ്മൂക്കൻ തന്നെ. അമ്മൂക്കന്റെ മുണ്ടുകട എങ്ങനെ നടന്നെന്നും വാസുകൊണ്ടൻ അധികാരി ഏമാൻ എത്ര രൂപ കൊടുത്തെന്നും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഓ, അറിയാമെങ്കിൽ കാര്യമായിപ്പോയി. അല്ലെങ്കിൽ നീയൊക്കെ അവളുടെ ഒട്ടേം പൊടി നിന്ന് ജീവിക്കുന്നോളല്ലേ. അക്ക, ഒന്നവിടെ നോക്കിയേ. ചുടലത്തങ്ങ് നിറച്ച് കായ്ക്കുന്നുണ്ട്. എവിടെടി? ഇവിടെ കന്നി കായ്ക്കുന്ന കരിക്ക് ഒരെണ്ണം നമുക്ക് തന്നെ കുടിക്കണം. ചെല്ലമ്മ, മേസ്തിരി വരുന്നുണ്ട്. എന്ത് വള്ളിയാക്കാ, ഇന്ന് ചന്തയിലൊന്നും പോണില്ലേ? ചന്തയിൽ പോണം. അപ്പൊ ചെല്ലമ്മയോ? 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് വന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞു. ഇനിയെങ്കിലും മാനം മര്യാദയ്ക്കൊക്കെ നടക്കാൻ പറയണം. ഇല്ലെങ്കിൽ എല്ലാത്തിന്റെ മുട്ടടിച്ചൊടിച്ച് വിടരും. പറഞ്ഞേക്കാം. ഞാനും ഇറങ്ങണിയല്ലമ്മ. അശോകവനത്തിലെ സീതമ്മ, അവളുടെ ശ്രീരാമൻ ആരമ്മ, നീ ചൊല്ലമ്മ. അശോകവനത്തിലെ
സീതമ്മ അവളുടെ ശ്രീരാമൻ ആരമ്മ നീ ചൊല്ലമ്മ. അശ്രുസമുദ്രത്തിലെ ലങ്കാദ്വീപിലെ അശ്രുസമുദ്രത്തിലെ ലങ്കാദ്വീപിലെ അഴകിയ രാവണൻ ആരമ്മ തുഞ്ചൻ വളർത്തിയ പൈങ്കിളിയെ ഈ നെഞ്ചിലെ സങ്കടം ഏതമ്മ നീ ചൊല്ലമ്മ. അശോകവനത്തിലെ സീതമ്മ അവളുടെ ശ്രീരാമൻ ആരമ്മ നീ ചൊല്ലമ്മ. ഏഴുവരികൾ തള്ളി പിന്നെ ഏഴക്ഷരവും തള്ളി. ഏഴുവരികൾ തള്ളി പിന്നെ ഏഴക്ഷരവും തള്ളി. എല്ലാം എല്ലാം ചൊല്ലമ്മ നീ എല്ലാം എല്ലാം ചൊല്ലമ്മ. എല്ലാം എല്ലാം ചൊല്ലമ്മ നീ എല്ലാം എല്ലാം ചൊല്ലമ്മ. എന്നുവരും രാമൻ എന്നുവരും തൻ്റെ കൺമണിയാളുടെ കരം പിടിക്കാൻ. എന്നുവരും രാമൻ എന്നുവരും തൻ്റെ കൺമണിയാളുടെ കരം പിടിക്കാൻ. പോരാത്ത കണ്ണീരിൻ കരകയറാൻ എന്നും ശ്രീരാമനാമം ജപിക്കമ്മ നീ ജപിക്കമ്മ. അശോകവനത്തിലെ സീതമ്മ അവളുടെ ശ്രീരാമൻ ആരമ്മ നീ ചൊല്ലമ്മ. അയ്യോ മുതലാളി, ഈ നേരത്തെ എന്തൊരു പറ്റിയേ? എന്തിനു പറ്റിയെന്ന്? അല്ല, ഇത് എന്തിനു മുതലാളി കൂടുതല്? ഇതൊന്നും വേണ്ടായിരുന്നു. എനിക്കറിയാമല്ല വേണമെന്ന്. 2-3 മാസം ആയില്ലേ കടയിലും തുറയിലും ഒക്കെ പോയിട്ട്. കൊച്ചിരാമൻ പോന്നുണ്ട്, അവൻ എല്ലാം വാങ്ങിച്ചോണ്ട് വരും. ഏതായാലും ഇരിക്കട്ടെ, കൊണ്ടുവന്നില്ലേ? ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോഴും മുതലാളിക്ക് ഒരുപാട് കാശ് ചെലവായി. പിന്നെ കാശെന്തിന്? ചെലവാക്കാനല്ലേ? ആടിന്റെ വിലയും ഇതുവരെ തരാൻ ഒത്തില്ല. ചെല്ലമ്മയ്ക്ക് അത്ര വിഷമമാണെങ്കിൽ നമ്മൾ തിരിച്ചുകൊണ്ടുപോയിക്കോളാം. അയ്യോ, അതുകൊണ്ടല്ല മുതലാളി. ഇങ്ങനെ കടം വാങ്ങിച്ചിട്ടാൽ എന്നെ കൊണ്ട് തിരിച്ചു തരാൻ ഒക്കില്ല. എന്റെ കയ്യിൽ ഒന്നുമില്ല മുതലാളി തരാൻ, ഒന്നുമില്ല തരാൻ. അപ്പോഴേ ചെല്ലമ്മയ്ക്ക് നമ്മളുടെ ഇഷ്ടമുണ്ട്. എന്ന് നമുക്ക് ഒരുപാട് ചായ ലഭിച്ച ചെല്ലമ്മയുടെ കയ്യിൽ നിന്നൊരു ചായ കുടിക്കണമെന്ന് നമ്മൾ കുറെ നാളായിട്ട് ആശിക്കുന്നു. പഞ്ചാരിയും തേയിലപ്പൊടിയൊക്കെ നമ്മൾ തന്നെ മാറ്റിക്കൊണ്ടിട്ടുണ്ട്. അവിടെ പിടിക്കുന്നേ വേഗം ശരി.
ഉപദ്രവിച്ചില്ല മുതലാളി. മുതലാളി ഞാൻ വിചാരിച്ചു മുതലാളി എന്റെ കൂടെ പിറന്നവനാണെന്ന്. ദൈവത്തോത്തിന് ഉപദ്രവിച്ചത് മുതലാളി.